കോഴിക്കോട് നിന്നും ഒരു വാർത്ത വരുന്നു. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആ ഭാര്യയെ പോലീസ് ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നു. സംഭവം എങ്ങനെയാണ്? പോലീസ് സ്റ്റേഷനിൽ ഒരാൾ എത്തുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, ഞാൻ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നു. പോലീസ് ഉടൻ തന്നെ പാഞ്ഞ് ആ വീട്ടിലെത്തുന്നു. പരിശോധിച്ചപ്പോൾ ഭാര്യയ്ക്ക് ജീവന്റെ തുടിപ്പുണ്ടെന്ന് മനസ്സിലാവുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുന്നു. വെള്ളയിൽ സ്വദേശി സക്കീറിനെതിരെ വധശ്രമത്തിന് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. വി എസ് രഞ്ജിത്ത്, എന്താണ് അവിടെ സംഭവിച്ചത്? അവിശ്വസനീയമാണ്. ഒരു സിനിമയിലെ കഥയെന്ന പോലെയാണ് കാര്യങ്ങൾ. ഈ സക്കീർ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാണ് വന്നത്. സക്കീർ ശരിക്കും വിശ്വസിച്ചത് ഭാര്യ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണോ? ഡോക്ടർ അരുൺ, ഭാര്യ കൊല്ലപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഞാൻ ഭാര്യയെ കൊന്നു എന്ന് പോലീസിനോട് മൊഴി നൽകുകയായിരുന്നു. പോലീസ് പക്ഷേ അത് ആദ്യം വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നീട് സക്കീറിനെ പോലീസ് സ്റ്റേഷനിലിരുത്തി ഒരു സംഘം പോലീസുകാർ വീട്ടിലേക്ക് എത്തുകയും ബന്ധുക്കളെയും അയൽവാസികളെയും ഒക്കെ വിളിച്ചുകൂട്ടി പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഭാര്യയ്ക്ക് ജീവന്റെ തുടിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുകയും ബന്ധുക്കളും പോലീസും ചേർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്തു. ചെറിയൊരു കുടുംബ വഴക്കിന്റെ പേരിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബമാണ് സക്കീറിൻ്റെത്. സക്കീർ ആണെങ്കിൽ ഉപജീവനം കഴിക്കുന്നത് മത്സ്യത്തൊഴിലാളി ആയിട്ട് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയുമല്ല. പക്ഷേ കുടുംബ വഴക്കിനെ തുടർന്ന് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളത്. വധശ്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഭാര്യ ജീവനോടെയുണ്ട്, ഭർത്താവ് റിമാൻഡ് ചെയ്തു. ഓക്കെ, അതൊരു വല്ലാത്തൊരു സംഭവമായി പോയി. ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി എന്ന് പറയുക, എന്നിട്ട് ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് സാർ എന്നെ അറസ്റ്റ് ചെയ്യണം, ഞാൻ എൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് കീഴടങ്ങുക. പോലീസ് അവിടെ കൃത്യസമയത്ത് പാഞ്ഞെത്തിയതുകൊണ്ട് ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. എന്തായാലും അതിൽ അല്പം ആശ്വാസകരമായ കാര്യം, ഭാര്യ ഇപ്പോൾ ചികിത്സയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ കൊലപാതകത്തിൻ്റെ കേസ് വധശ്രമമായിട്ട് മാറി അല്ലേ? ചെറിയ ചെറിയ തർക്കങ്ങളുടെ പേരിൽ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നൊക്കെ വിചാരിക്കുന്നത് അത്ര കഷ്ടമാണ് അല്ലേ? അവരവരുടെ വഴിക്ക് ജീവിച്ചുകൊള്ളുമായിരുന്നല്ലോ. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ബന്ധത്തിൽ നിന്ന് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, മാന്യതയോടെ ഒരു ബൈ പറഞ്ഞിറങ്ങുന്നതല്ലേ അതിൻ്റെ ഒരു നല്ലത് അല്ലേ? പക്ഷെ എന്താ ഇവിടെ സംഭവിച്ചത്? വധശ്രമമാണ് നടത്തിയിരിക്കുന്നത്.